യാചിക്കുവാനാണ്. യാചിക്കുവാനൊന്നുമല്ലാതെ, ചോദിക്കാനൊന്നുമല്ലാതെ പടച്ചവൻ്റെ മുന്നിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് നോക്കൂ. യൂനുസ് നബിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? യോനേ പ്രവാചകൻ ബൈബിളിൽ. അദ്ദേഹം തിമിംഗലത്തിൻ്റെ ഉള്ളിലാണ് കുടുങ്ങിപ്പോയത്. തിമിംഗലം അദ്ദേഹത്തെ വിഴുങ്ങി. ആ തിമിംഗലത്തിൻ്റെ അകത്തിരുന്നിട്ട് അദ്ദേഹം പടച്ചവനോട് പ്രാർത്ഥിക്കുന്നതുണ്ട് ഖുർആനിൽ. എന്താണെന്നറിയോ? പടച്ചവനെ, ഞാൻ ഈ തിമിംഗലത്തിൻ്റെ ഉള്ളിലാണ്, എന്നെ രക്ഷിക്കണേ എന്നൊന്നുമല്ല. അതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക് ഇന്നീ കുൻതു മിനൽ ളാലിമീൻ. എനിക്ക് തെറ്റ് പറ്റിപ്പോയി, നീ പരിശുദ്ധനാണ്. അത് മതി. ബാക്കിയൊക്കെ പഠിച്ചവനറിയാം. ഈ ആളെവിടെയാണ് കിടക്കുന്നതെന്നും അയാൾക്കിപ്പോൾ എന്താണ് ആവശ്യമെന്നും പഠിച്ചവനറിയാം. നമ്മുടെ ആവശ്യങ്ങളൊക്കെ പഠിച്ചവനറിയാം. വെറുതെ ഒന്നിനു വേണ്ടിയല്ലാതെ കുറച്ച് നേരം പഠിച്ചവനോട് ഇങ്ങനെ മിണ്ടി പറഞ്ഞിരുന്ന് നോക്കൂ. അതിന് ധ്യാനം എന്നാണ് പറയുക.